ഹലോ നമസ്കാരം. എല്ലാവരും തന്നെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് വയർ ഫ്രെയിം ഡിസൈനിങ്ങിനെ കുറിച്ചാണ്. അതായത് നമ്മൾ ലാസ്റ്റ് വീഡിയോ വരെ നമ്മൾ ചെയ്തത് എന്താണ്? നമ്മൾ ലാസ്റ്റ് വീഡിയോ വരെ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഇൻഫർമേഷൻ ആർക്കിടെക്ചർ നമ്മുടെ വെബ്സൈറ്റിന് വേണ്ടി നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. സോ ഇന്ന് നമ്മൾ അത് ചെയ്യാൻ പോകുന്നത് നമുക്കിപ്പം വയർ ഫ്രെയിം എന്ന് വെച്ചാൽ നമ്മളിപ്പം 3 തരം വയർ ഫ്രെയിംസ് ഉണ്ട്. ഞാൻ പല വീഡിയോസും പറഞ്ഞിട്ടുണ്ട്. 3 തരം വയർ ഫ്രെയിംസ് എന്തൊക്കെയാണ്? ലോ ഫിഡിലിറ്റി വയർ ഫ്രെയിം, മീഡിയം ഫിഡിലിറ്റി വയർ ഫ്രെയിംസ്, പിന്നെ ഹൈ ഫിഡിലിറ്റി വയർ ഫ്രെയിംസ് ആണ്. സോ ലോ ഫിഡിലിറ്റിയും മീഡിയം ഫിഡിലിറ്റിയാണ് നമ്മൾ ബേസിക്കലി നമ്മൾ ബേസ് സ്ട്രക്ചേഴ്സും കാര്യങ്ങളൊക്കെ ഡിഫൈൻ ചെയ്തിട്ട് UX റൈറ്റിംഗ് എന്ത് പോകണമെന്നൊക്കെ നമ്മൾ തീരുമാനിക്കുന്ന ആ ഒരു സ്റ്റേജ് അവിടെയാണ്. പിന്നെ അതിന്റെ അകത്ത് ഏറ്റവും ഫൈനൽ വേർഷൻ നമ്മളിപ്പോൾ ഒരു ഔട്ട്പുട്ട് കാണിക്കുന്ന സമയത്ത് ഏറ്റവും അവസാന വേർഷൻ നമ്മുടെ യൂസേഴ്സിന് കയ്യിൽ എത്തുന്നത് എന്താണോ അതാണ് നമ്മുടെ അതായത് ലൈവ് ആയിട്ടുള്ള വേർഷൻ. ഇപ്പോൾ വെബ്സൈറ്റ് ആകുമ്പോൾ വെബ്സൈറ്റ് ലൈവ് ആയിട്ട് ബാക്കിയുള്ളവർ ആക്സസ് ചെയ്യുമ്പോൾ കാണുന്ന എന്താണോ അതാണ് നമ്മുടെ ഫൈനൽ വേർഷൻ. അതിനാണ് നമ്മൾ ഹൈ ഫിഡിലിറ്റി എന്ന് പറയുന്നത്. സോ ആ ഫൈനൽ ഡിസൈൻ നമ്മൾ വയർ ഫ്രെയിം ചെയ്യുമ്പോൾ അതിനെ ഹൈ ഫിഡിലിറ്റി വയർ ഫ്രെയിം എന്നാണ് നമ്മൾ പറയുന്നത്. സോ ഫസ്റ്റ് നമുക്ക് ലോ ഫിഡിലിറ്റി വയർ ഫ്രെയിം നോക്കാം. അതിനു മുമ്പ് ഒരു കാര്യം പറയണമെന്ന് വെച്ചാൽ സോ ഞാൻ ഈ ഒരു സാധനത്തിൽ ഇൻഫർമേഷൻ ആർക്കിടെക്ചർ ഇതാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ചെയ്ത സമയത്ത് പറഞ്ഞത്. അതിൽ ചെറിയൊരു UX-ൽ ഞാൻ കുറച്ച് മോഡിഫിക്കേഷൻ വരുത്തിയിട്ടുണ്ട് റൈറ്റിംഗ്സിൻ്റെ അകത്ത്. സോ അതെന്താണെന്ന് വെച്ചാൽ ഇവിടെ ബ്രൗസറിന് പകരം ഞാൻ ഇവിടെ വന്നിട്ട് പ്രോഗ്രാംസ് ആക്കി പിന്നെ ബാക്കി അങ്ങനത്തെ ഒന്ന് രണ്ട് ചേഞ്ചസ് എന്തോ വരുത്തിയിട്ടുണ്ട്. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. സോ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇൻ കേസ് നിങ്ങൾ നോക്കുമ്പോഴത്തേക്കും മറ്റതിൻ്റെ അകത്ത് ലാസ്റ്റ് വീടിനകത്ത് വേറൊരു സാധനം കൊടുത്ത് ഇവിടെ ഞാൻ വേറെ കൊടുക്കുമ്പോൾ കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. സോ ഇതാണ് നമ്മുടെ പുതിയൊരു ഇൻഫർമേഷൻ ആർക്കിടെക്ചർ. ജസ്റ്റ് ഈ ചേഞ്ച് മാത്രം വരുത്തിയെന്നേ ഉള്ളൂ. ജസ്റ്റ് കണ്ടാൽ മതി ഇതൊക്കെ. ഇനി ഈ ഇൻഫർമേഷൻ ആർക്കിടെക്ചർ വെച്ചിട്ടാണ് നമ്മൾ ഈ വയർ ഫ്രെയിം ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. അതെങ്ങനെയെന്ന് കാണിച്ചു തരാം. അതിനുവേണ്ടി ഞാനൊരു പുതിയൊരു ഡിസൈൻ ഫയൽ തുറന്നിട്ടുണ്ട്. പുതിയൊരു ഡിസൈൻ ഫയൽ തുറന്നതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ F1 ഇത് നോക്കണ്ട കേട്ടോ. ഇത് ഞാൻ നേരത്തെ ചെയ്തൊരു വയർ ഫ്രെയിം കാണിച്ചു തരാം. സോ ഇതിങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത്. ഇതാണ് ഇത് മീഡിയം ഫിഡിലിറ്റി വയർ ഫ്രെയിം ആണ്. ഇതിൻ്റെ അകത്ത് UX റൈറ്റിംഗ് വന്നിട്ടില്ല ഇതുവരെയും. ഇവിടെ കണ്ടന്റ് ഒക്കെ പിന്നെ ആഡ് ചെയ്ത് കാണിച്ചു തരാം. അത് ഫൈനൽ വേർഷൻ മതി. സോ ഇങ്ങനെ നമ്മൾ ഡിസൈൻ ചെയ്യാൻ നോക്കുക. ഇത് എന്തുകൊണ്ട് ഇങ്ങനെ ഇട്ടെന്ന് ചോദിച്ചാൽ ഇത് നമ്മുടെ ഇൻഫർമേഷൻ ആർക്കിടെക്ചർ സ്ട്രക്ചർ തന്നെയാണ്. കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. ഫസ്റ്റ് തിങ് കാണിച്ചു തരാം. ആക്ച്വലി ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങൾ ഫ്രെയിം സെലക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഞാൻ ഇപ്പം ഇവിടെ F ക്ലിക്ക് ചെയ്യുന്നു കീബോർഡിൽ F ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഈ ഇത്രയും ഫ്രെയിംസ് കയ്യിൽ കിട്ടും നമുക്ക്. അതിൻ്റെ അകത്ത് ഞാൻ എപ്പോഴും എടുക്കുന്നത് മാക്ബുക്ക് എയർ ആണ്, കുറച്ചും കൂടി കോമ്പാക്ട് ഡിസൈൻസിന് വേണ്ടി. പിന്നെ ഇതിൻ്റെ അകത്ത് ഞാൻ താഴോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്താക്കിയിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് നമ്മൾ ഇങ്ങനെ സെലക്ട് ചെയ്യേണ്ടത് ഗ്രിഡ് സിസ്റ്റം വേണം. ഗ്രിഡ് നമുക്ക് കറക്റ്റ് അലൈൻമെന്റും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഒരു കാര്യം കൂടെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഗ്രിഡ് സിസ്റ്റം ഞാൻ ഫോളോ ചെയ്യുന്ന ഗ്രിഡ് സിസ്റ്റം ഒരു ടിപ്പിക്കൽ നോർമൽ ഗ്രിഡ് സിസ്റ്റം തന്നെയാണ്. ചില കമ്പനികളിൽ നിന്ന് വർക്ക് ചെയ്യുന്ന സമയത്ത് അവർക്ക് അവരുടേതായിട്ടുള്ള ഗ്രിഡ് സിസ്റ്റം കാണുമായിരിക്കും. ഓക്കെ, കോളംസും റോസും വെച്ചിട്ടുള്ള ഗ്രിഡ് സിസ്റ്റം കാണുമായിരിക്കും. പ്രോപ്പറായിട്ട് നല്ല രീതിയിൽ ചെയ്തിട്ടുള്ളൊരു അവരുടെ റിക്വയർമെന്റ് അനുസരിച്ചുള്ള ഗ്രിഡ് സിസ്റ്റം ഫോളോ ചെയ്യാൻ പറയുകയാണെങ്കിൽ നമുക്ക് അത് അവർ തരുന്നതായിരിക്കും. അങ്ങനെ ഫോളോ ചെയ്യാൻ ഞാനിപ്പോൾ ജനറൽ പർപ്പസിന് വേണ്ടി ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്ന സിസ്റ്റം ഇത് തന്നെയാണ്. കോളം മാത്രമേ ഉപയോഗിക്കാറുള്ളൂ, റോസും വേണേൽ വെക്കാൻ പറ്റും. പഠിപ്പിക്കുന്ന കണ്ടന്റ് ആയതുകൊണ്ട് അത്രയൊക്കെ ചെയ്യുന്നത്. അത് ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യും. ബട്ട് ഇപ്പം നിലവിൽ നമുക്ക് എങ്ങനെ എടുക്കുമെന്ന് ചോദിച്ചാൽ ഇവിടെ ജസ്റ്റ് ഫ്രെയിം സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ ലേ ഔട്ട് വീഡിയോയുടെ പ്ലസ് ഐക്കൺ കണ്ടോ, ആ പ്ലസ് ഐക്കൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഗ്രിഡ് പോയിട്ട് കോളംസ് എന്ന് ആക്കുക. കോളംസ് ഇവിടെ ജസ്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം 12 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, വെബ്സൈറ്റ് ആയതുകൊണ്ട് തന്നെ. പിന്നെ ഇവിടെ ഇനി മാർജിൻ എപ്പോഴും 100 തന്നെ വേണം. സോ 100 മാർജിൻ ഞാൻ കൊടുത്തു. കട്ടർ 20 മതി. സോ ഇങ്ങനത്തെ ഒരു ഷേപ്പിൽ ഇങ്ങനത്തെ ഒരു പാറ്റേണിൽ ഇടുന്നതായിരിക്കും. ഇനി ഇവിടെ നമുക്ക് അതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. ലോ ഫിഡിലിറ്റി വയർ ഫ്രെയിംസ് എന്ന് വരയ്ക്കാൻ കാണിച്ചു തരാം. സോ അതിന് വേണ്ടി അത് സിമ്പിളാണ്, വേറെ ഒന്നുമില്ല. നമ്മൾ ജസ്റ്റ് നിങ്ങൾ വരയ്ക്കുന്നതിന് മുമ്പ് ഒരു പേനയും പേപ്പറും എടുത്തിട്ട് നിങ്ങൾക്ക് ഒരു ബേസിക് സ്ട്രക്ചർ ഐഡിയ എങ്ങനെ ഇരിക്കണമെന്ന് നോക്കാൻ പറ്റും. അത് നിങ്ങൾ കുറച്ച് റിസർച്ച് നിങ്ങൾ കോമ്പറ്റീറ്റർ ആയിട്ടുള്ള വെബ്സൈറ്റ്സോ അല്ലെങ്കിൽ സിമിലർ ആയിട്ടുള്ള വെബ്സൈറ്റ് ജസ്റ്റ് ചെക്ക് ചെയ്തിട്ട് അവർ പോകുന്ന പാറ്റേൺ, അതിലുള്ള ഗുണങ്ങൾ എന്താണ്, അതിൽ ഏറ്റവും പോരായ്മകൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ സോർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഐഡിയ വരുന്ന ഒരു വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യുമ്പോഴത്തേക്ക് ഒരു പേപ്പറും പെൻസിലും എടുത്തിട്ട് നിങ്ങൾക്ക് സ്കെച്ച് ചെയ്യാവുന്നതാണ്. ബേസിക്കലി എങ്ങനെ ഇരിക്കും എന്ന് കാണിക്കാവുന്നതാണ്. ഞാൻ വല്ലപ്പോഴും ചെയ്യാറുണ്ട് അങ്ങനെയൊക്കെ. ഭയങ്കര സംഭവമായിട്ട് ചെയ്യാറുണ്ടെങ്കിൽ ഇത് ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുള്ളതുകൊണ്ട് അത് ചെയ്ത് ജസ്റ്റ് നോക്കിയൊരു ഐഡിയ ഉണ്ട്. സോ അതുകൊണ്ട് ഞാൻ പേപ്പറിൽ വരയ്ക്കുന്നില്ല. ഞാൻ അതിന് വരെ എന്ത് ചെയ്യും, ഞങ്ങളുടെ ലോ ഫിഡിലിറ്റി ഇതിപ്പോൾ വേണം ഓഫ് ഇടാകുമ്പോഴാണ് ഇതിനകത്ത് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഞാൻ ജസ്റ്റ് ഒരു റെക്റ്റാങ്കിൾ വയ്ക്കും. അപ്പം ഞാൻ പറയാം ഇവിടെ ഓക്കെ, ഇവിടെ നമ്മുടെ മറ്റേ ഹെഡർ വരും. ഹെഡറിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ വരും. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഞാൻ ഓൾട്ട് ക്ലിക്ക് ചെയ്തിട്ട് താഴെ ഡ്രാഗ് ചെയ്തു. എന്നിട്ട് ഇത് ഇങ്ങോട്ട് എങ്ങനെ ആക്കി. ഓക്കെ, കളർ ഞാൻ കുറച്ച് ചേഞ്ച് ചെയ്തു. അപ്പോൾ ഇവിടെ എന്ത് വരുമെന്ന് ചോദിച്ചാൽ ഇവിടെ ഞാൻ പറയും ഇവിടെ എൻ്റെ ഹെഡർ ഇവിടെ മുകളിൽ വരുന്നുണ്ട്, ഇവിടെ എൻ്റെ ഒരു ഹീറോ പേജ് വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് എൻ്റെ അറിവിൽ എനിക്ക് വേണ്ടത് എന്തുവാണ്, എനിക്ക് വേണ്ടത് നമ്മുടെ ഇതിനിപ്പം ഇത് സെലക്ട് ചെയ്തു, ഓൾട്ട് ക്ലിക്ക് ചെയ്ത് ഷിഫ്റ്റും ക്ലിക്ക് ചെയ്തിട്ട് ഒരുമിച്ച് ഡ്രാഗ് ഡൗൺ ചെയ്തു. അപ്പം ഇതിങ്ങനെ വരും. സോ ഇതിൻ്റെ അകത്ത് ഇവിടെ എനിക്ക് വേണ്ടത് എന്തുവാണ്, പാർട്ണർ സെക്ഷൻസ് വേണം. പാർട്ണർ സെക്ഷൻസ് ഇവിടെ ആരൊക്കെ പ്ലേസ്മെന്റ് പാർട്ണേഴ്സ് ആരൊക്കെയാണ് ഞാൻ കാണിക്കാൻ വേണ്ടി ഇടുന്നത്. സോ ലേ ഔട്ട് ഐഡിയ അങ്ങനെ സെറ്റ് ചെയ്യും. സോ അങ്ങനെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഞാൻ ഇവിടെ ടെക്സ്റ്റ് ആയിട്ട് കൊടുക്കുകയാണ്. ഇവിടെ ഹെഡർ വരും. ഹെഡ സ്പെല്ലിംഗ് ഇഗ്നോർ ചെയ്യുക. ഇങ്ങനെ എഴുതുന്നത്
സോ ക്യാപ്സ് ഓഫ് ഇടാം. ഓക്കെ, സോ ഇനി ഇവിടെ ഞാൻ വന്നിട്ട് ഞാൻ ഇവിടെ ഹീറോ പേജ് വരും. ഹീറോ പേജ് വരണം. എന്നിട്ട് ഇവിടെ പാർട്ണർ സെക്ഷൻ വരണം. പാർട്ണേഴ്സ് സെക്ഷൻ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ അടിച്ച് നോക്കാം. ഇവിടെ പാർട്ണർ സെക്ഷൻ വന്നു. സക്സസ് സ്റ്റോറീസ് വരുന്നു. സക്സസ് സ്റ്റോറീസ്. എന്നിട്ട് ഞാൻ ഇതെടുക്കുന്നു. എന്നിട്ട് ഇതിനെടുത്തിട്ട് താഴോട്ടാക്കിയിട്ട് സക്സസ് സ്റ്റോറീസ്. ആക്ച്വലി ഇങ്ങനെ ഇട്ടിട്ടും ഇങ്ങനെ മാത്രമല്ല, നമുക്ക് ഇവിടെ വേണമെങ്കിൽ കുറച്ച് നമ്മൾ ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി ഇവിടെ നമ്മൾ ലേഔട്ട് ആയിട്ട് ഇപ്പോൾ ഹീറോ ഇമേജിൻ്റെ അവിടെ ഞാൻ ഇവിടെ ഒരു റെക്ടാങ്കിൾ ഉണ്ടെങ്കിൽ വരച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ചുമ്മാ സ്കെച്ച് ചെയ്താൻ പറ്റുന്നതാണ്. ജസ്റ്റ് പഠിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ്. അതാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പോകാത്തതിനെ കുറിച്ച്. സക്സസ് സ്റ്റോറീസ് ഇവിടെ വരണം എന്നൊക്കെ വെച്ചിട്ട് അവസാനം നമുക്ക് ഇവിടെ ഫൂട്ടർ വേണമെങ്കിൽ ഫൂട്ടർ വേണമെന്ന് പറയാൻ പറ്റും. ഓക്കെ, സോ ഇവിടെ ഇപ്പോൾ ടെസ്റ്റിമോണിയൽസ് വരും. ഇതൊക്കെയും ടെസ്റ്റിമോണിയൽസ് അല്ലേ? സക്സസ് സ്റ്റോറീസ് കഴിഞ്ഞിട്ട് ടെസ്റ്റിമോണിയൽസ് വരും. ഓക്കെ, കോഴ്സസ് വരും. ഓക്കെ. സോ അങ്ങനെയാണെങ്കിൽ ഒരു താഴോട്ട് കൊണ്ടുപോയിട്ട് ഇവിടെ സക്സസ് സ്റ്റോറി ഇട്ടിട്ടുണ്ട്. എക്സ്പ്ലോർ കോഴ്സസ് ടെസ്റ്റിമോണിയൽസ്. ഇവിടെ ഞാൻ ഒരു മിനിറ്റ് ഇവിടെ പോയിട്ട് ഞാൻ എക്സ്പ്ലോർ കോഴ്സ് എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് കാണാം. ഇവിടെ ഞാൻ എക്സ്പ്ലോർ കോഴ്സസ്. ഓക്കെ, ഇങ്ങനെ ആയിരിക്കും ഒരു ബേസിക് സ്ട്രക്ചർ വരുന്നത്. എന്നിട്ട് ഇവിടെ ഞാൻ പറയും നമുക്ക് ഇവിടെ ഫുട്ടർ വേണമെന്ന്. ഓക്കെ, ഇവിടെ ജസ്റ്റ് കൊണ്ടുപോയി താഴോട്ട് വേണം. എന്നിട്ട് ഞാൻ ഇവിടെ പറയുന്നു ഇവിടെ എനിക്ക് ഫുട്ടർ വേണം. ഓക്കെ, സോ ഇങ്ങനെ നമുക്ക് ഇത് സെറ്റ് ആക്കാവുന്നതാണ്. ഇത് ബേസിക് ആയിട്ടുള്ള ഒരു ഇതാണ്. ഇതിനകത്ത് നമുക്ക് ഇനി ഹെഡർ വരുമ്പോഴത്തേക്ക് എന്തൊക്കെ വരും. ഇപ്പോൾ ഞാൻ ചുമ്മാ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഡിസൈൻ ചെയ്യാൻ പറ്റും. അതായത് ജസ്റ്റ് ഇവിടെ പോകുന്നു. ഇവിടെ പോയിട്ട് ഹെഡറിന് വേണ്ടി ഇപ്പോൾ ലോഗോ വരും. ലോഗോന് വേണ്ടി ഞാൻ സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ കൊടുക്കുന്നു. ഇവിടെ ലോഗോ ഇങ്ങനെ വരും. ഇതിലൂടെ ടെക്സ്റ്റ് ഒക്കെ വരും. അങ്ങനെയൊക്കെ എനിക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, എപ്പോഴും കളറ് യു എക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും വേറെ കളർ കൊടുക്കാറില്ല. UI ചെയ്യുന്ന സമയത്ത് ബാക്കി കളർ കൊടുക്കാറുള്ളൂ. യൂഷ്വലി ബ്ലാക്കും സിൽവർ ഈ ഒരു ഷെയ്ഡ് വരെയും കൊടുക്കുന്നത്. ഇവിടെ കോഴ്സ് വരും, കോഴ്സ് നെയിം ഇവിടെ വരും. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കൊടുക്കാൻ പറ്റും. അതിനുവേണ്ടി ജസ്റ്റ് ഇവിടെ റെക്ടാങ്കിൾ ടൂൾ എടുക്കുന്നു. എന്നിട്ട് ബേസിക് ഔട്ട്ലുക്ക് ആണ്. അതായത് ഇങ്ങനെയൊക്കെ ആയിരിക്കും വെബ്സൈറ്റ് ഇരിക്കാൻ പോകുന്നത്. എന്നിട്ട് ജസ്റ്റ് ബേസിക് ആയിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയാണ്. ഇവിടെ കോഴ്സ് നെയിം, എബൌട്ട് അസ്, ടെസ്റ്റിമോണിയൽസ്, ലോഗിൻ, കോൺടാക്ട് അസ് ഇങ്ങനെ കാണിക്കാം. ഹീറോ പേജ് വരുമ്പോഴത്തേക്കും എന്തുവാ ഞാൻ ഇവിടെ പോകുന്നു. ഇവിടെ വന്നിട്ട് കളർ ജസ്റ്റ് പെട്ടെന്ന് ചേഞ്ച് ചെയ്തിട്ട് ഇതിനെ ഞാൻ ഇങ്ങനെ വലുതാക്കി ജസ്റ്റ് ഇങ്ങനെ വലുതാക്കി വെക്കുന്നേ ഉള്ളൂ. ഹീറോ ഇമേജ് കാണിക്കുന്നേ ഉള്ളൂ. ഇവിടെ ഹീറോ ഇമേജ് വരും. ഇവിടെ എന്തെങ്കിലും റൈറ്റിങ്സ് വരും. സോ റൈറ്റിങ്സിന് ഞാൻ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ വെള്ളം കൊടുത്തിട്ട് ഇവിടെ നിന്ന് റൈറ്റിങ്സ് വരുമെന്ന് ഞാൻ കാണിക്കുന്നുണ്ട്. ഇവിടെ എന്തെങ്കിലും റൈറ്റിങ്സ് ഒക്കെ വരണം എന്നാൽ കുറച്ചുകൂടെ നൈസായിരിക്കും. ഓക്കെ, ഇവിടെ റൈറ്റിങ്സ് വരുന്നത് ഞാൻ കാണിക്കുന്നുണ്ട്. സോ ഇങ്ങനെ നമുക്ക് വെക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഐഡിയ ഇങ്ങനെ ഓക്കെ ഇത് കിട്ടുന്നുണ്ട്. ഇവിടെ ഒരു ഇമേജ് വരുന്നുണ്ട്. ഇവിടെ എന്തോ റൈറ്റിങ്സ് എന്തൊക്കെ വരുന്നുണ്ട്. സോ ഇതൊരു ബേസിക് സ്ട്രക്ചർ കിട്ടുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് കൊടുത്തേക്കുന്നത്. എനിക്ക് മനസ്സിലാവുന്നു ഞാൻ വിശ്വസിക്കുന്നു. കോംപ്ലിക്കേറ്റഡ് ആക്കണില്ല. ഇത് ഏതായാലും കൂടുതൽ അങ്ങോട്ട് ഡീപ്പായിട്ട് പോകാതെ സാധനത്തിലോട്ട്. എസ്പെഷ്യലി നിങ്ങൾ ബിഗിനർ ആണെങ്കിൽ നിങ്ങൾക്ക് കത്തുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ടെക്നിക്കലി ഇത് തന്നെയാണ് ബേസിക്കലി പറയുന്നത് വെച്ചാൽ ഈ സാധനം കണ്ടല്ലോ, ഇതിനെ നമ്മൾ ഇങ്ങനെ വരയ്ക്കുമ്പം നമുക്ക് അറിയാം ഓക്കെ ഇങ്ങനെ വരേണ്ടതെന്ന്. അപ്പോൾ അതിന് മുമ്പ് ഒരു ബേസിക് ഐഡിയ കിട്ടാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ സ്ട്രക്ചറൽ ലേഔട്ട് ഇങ്ങനെയൊക്കെ ആയിരിക്കും ഇരിക്കാൻ പോകുന്നത്. ഇൻഫർമേഷൻ ആർക്കിടെക്ചറിന്റെ ഹെൽപ്പോടെ നമുക്ക് ഈ ഒരു ഐഡിയ നമുക്ക് ഇങ്ങനെ വരണം എന്നൊരു പ്ലാൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ഒരു ലോ ഫില്ലി വൈഫ്രെയിം ആദ്യം വരയ്ക്കുന്നത്. ഡീറ്റെയിൽ ആയിട്ട് മൊത്തം വരയ്ക്കാൻ നിൽക്കുന്നതിന് ചുമ്മാ സമയം പോകും. സോ അതിന് വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് എങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇവിടെ വന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മളിവിടെ വന്നിട്ട് ഞാൻ പറയാണ് ഞാൻ ജസ്റ്റ് 6 ക്ലിക്ക് ചെയ്യുമ്പോൾ റെക്ടാങ്കിൾ ടൂൾ വരും. ജസ്റ്റ് കീബോർഡ് ഷോർട്ട് കട്ട്സ് ആണ്. അത്യാവശ്യം പ്രാക്ടീസ് ആയാൽ നമുക്ക് ചെയ്യാൻ പറ്റും എളുപ്പത്തിൽ. സിമ്പിൾ ആണ്. അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ഷേപ്പ് ടൂളിൽ പോയിട്ട് സെലക്ട് ചെയ്താലും മതി. ഓക്കെ, എന്നിട്ട് ഞാൻ ഇവിടെ പോയി ജസ്റ്റ് ചുമ്മാ ഒരു ഇടുന്നു. ജസ്റ്റ് ഒരു വരയിനെ വരച്ചു. ഹെഡർ വരച്ചതിന് ശേഷം ഞാൻ ഇങ്ങനെ ഷേപ്പ് വരച്ചു. ഷേപ്പ് അല്ലേ ഇത്. എന്നിട്ട് ഞാൻ ഇവിടെ പോയിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ പോയിട്ട് ഒലീവ് എന്താ പറഞ്ഞാൽ എലിപ്സ് ടൂൾ എടുത്തിട്ട് ക്ലിക്ക് ചെയ്താൽ മതി. എന്നിട്ട് ഓക്കെ, എന്നിട്ട് ഞാൻ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഇവിടെ ഇത് എന്താണ് കമ്പനി ലോഗോ ആണ്. ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ എപ്പോഴും എന്തെങ്കിലും ഇമേജസ് വല്ലതും വെക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഇപ്പം ക്ലിക്ക് ചെയ്ത് എന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്. ലൈൻ ടൂൾ വരാൻ വേണ്ടിയാണ്. എന്നിട്ട് എന്ത് ചെയ്താലും നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പ്രോപ്പറായിട്ട് ഈ ഒരു വര ഇങ്ങനെ വരയ്ക്കുക. ഇമേജ് എവിടെയൊക്കെ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ടോ UX സമയത്ത് നമ്മളിത് ഇങ്ങനെ തന്നെ വെക്കണം. ഈ വര റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്താണ് ഒരു ഇമേജ് ആണ് അല്ലെങ്കിൽ ഫോട്ടോ ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ ഇവിടെ കമ്പനി ലോഗോ വരുന്നത്. ഓക്കെ, സോ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ വെക്കാൻ വേണ്ടിയാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്.
ഇതെങ്ങനെ എടുത്തെന്ന് ചോദിച്ചാൽ ലൈൻ ടൂൾ വെച്ചിട്ട് ഞാൻ അതൊരു വര ഇങ്ങനെ ചുമ്മാ വരച്ചു. എന്നിട്ട് ജസ്റ്റ് ഇതിനെ ഓൾട്ട് ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് മുകളിലോട്ടാക്കിയിട്ട് താഴോട്ട് വന്നു. എന്നിട്ട് ഇവിടെ ഇങ്ങനെ സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും താഴെ ഈ ഒരു ഇങ്ങനെ എഡ്ജി കൊണ്ടുവരുമ്പോഴത്തേക്കും ഇങ്ങനെ കർവ് ചെയ്യാൻ പറ്റും, റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അത് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തു, അത്രേ ഉള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ ജസ്റ്റ് 2 വര ഇങ്ങനെ ചുമ്മാ വരച്ചാലും മതി. സോ പ്രോപ്പറായിട്ട് ഇരിക്കുമെന്ന് എൻഷുർ ചെയ്യുക, അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ ഇപ്പോൾ ഇത് ഇത്ര സെലക്ട് ചെയ്തു, എന്നിട്ട് കൺട്രോൾ ഗ്രൂപ്പ് ചെയ്തിട്ടു. ഓക്കെ, കാരണം ഞാൻ എന്നിട്ട് കെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും പ്രോപ്പറായിട്ട് അതുണ്ടോ ആ ഒരു ഗ്രിഡിൻ്റെ അത് കറക്റ്റായിട്ട് ആ ലൈനിൽ ഫോക്കസ് ആയിട്ടുണ്ട്. ഇനി ഇവിടെ ഞാൻ ടെക്സ്റ്റ് കൊടുത്തിട്ട് ഇവിടെ ഞാൻ എന്താ പറയുക, കമ്പനി നെയിം, ഇത്ര വലിയ ഫോണൊന്നും വേണ്ട, ബോൾഡും വേണ്ട, സോ അത് മാറ്റുക. സോറി, ഓക്കെ ശരിയല്ലോ. എന്നിട്ട് ഇവിടെ ഞാൻ ഇത് പോയിട്ട് എനിക്ക് ഇത്ര ഒന്നും വേണം, എനിക്ക് 20 മതി എനിക്ക്. സോ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഫോക്കസിങ് എടുത്തു. എന്നിട്ട് നിങ്ങൾ ജസ്റ്റ് ഞാൻ ഇപ്പോൾ പേരൊന്നും മാറ്റാനില്ല ഇവിടെ, ജസ്റ്റ് ഇവിടെ അബൌട്ട് അസ്, ടെസ്റ്റിമോണിയൽസ്, ഞാൻ ഇൻഫർമേഷൻ ആർക്കിടെക്ചറിൽ വരച്ച് കാണിച്ചല്ലോ, അതേപോലെ അബൌട്ട് അസ്, ടെസ്റ്റിമോണിയൽസ്, ഹീറോസിനും താഴെ വരുന്നതാ. പിന്നെ പ്രോഗ്രാംസ്, ലോഗിൻ, കോൺടാക്ട്സ് അങ്ങനെ വരണത്. ഓക്കെ, സോ ടെക്നിക്കലി അങ്ങനെ വന്നോളും. ജസ്റ്റ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ കൊടുത്തിട്ട് ഞാൻ ഇവിടെ ഇത് ഇങ്ങനെ കൊടുത്തിട്ട് ഞാൻ ജസ്റ്റ് എല്ലാം കൂടി സെലക്ട് ചെയ്തിട്ട് ഷിഫ്റ്റ് എ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും അത് ഓട്ടോ ലേഔട്ട് ആവും. അപ്പോഴത്തേക്കും പ്രോപ്പറായിട്ട് അതിൻ്റെ ഒരു സ്പേസ് കറക്റ്റായി വരുന്നതായിരിക്കും. ജസ്റ്റ് അത് കാണിക്കാൻ വേണ്ടി പറയുന്നതേ ഉള്ളൂ. അപ്പോഴത്തേക്കും നിങ്ങൾ നോക്കുക, നിങ്ങൾ ഈ ഒരു രീതിയിൽ ഓട്ടോ ലേഔട്ടൊക്കെ ഇട്ടിട്ട് നിങ്ങൾ പ്രോപ്പറായിട്ട് അലൈൻമെൻ്റ് ഒക്കെ കറക്റ്റ് ആക്കിയിട്ട് ഇങ്ങനെ ആക്കി എടുക്കണം. സോ കമ്പനി അബൌട്ട് അസ്, ടെസ്റ്റിമോണിയൽസ് കൊടുക്കുമ്പോഴും ഇങ്ങനെ നമുക്ക് ഒരു ഹെഡർ ആയിട്ടുണ്ട്. ഇനി ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഇതിൻ്റെ അകത്ത് നിങ്ങൾ ടെക്സ്റ്റ് ആഡ് ചെയ്യണം. ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം? ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഞാൻ മൊത്തം വീണ്ടും വരച്ച് കാണിക്കുന്നില്ല, കാരണം അങ്ങനെ വരച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ എക്സ്പെരിമെൻ്റ് ചെയ്തിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് ഈ സാധനം മനസ്സിലാകത്തുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് വീഡിയോ ലെങ്തി ആയിട്ട് പോകും. പ്ലസ് അതുകൊണ്ട് പ്രത്യേകിച്ച് നിങ്ങൾ ചിലപ്പോൾ കുറേ ആൾക്കാർ ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കും. ബട്ട് എനിക്ക് പേഴ്സണലി അന്നത്തെ ഒരു ഗൂഗിൾ സർവേ ഇട്ടതിന് ശേഷം എനിക്കൊന്ന് റെസ്പോൺസ് കണ്ടിട്ട് ഐ തിങ്ക് കുറച്ചും കൂടെ പ്രാക്ടിക്കലി തന്നാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും എന്ന് എനിക്ക് തോന്നി. ആ ഒരു കാരണം കൊണ്ടാണ് ഇങ്ങനെ ചെയ്ത് നോക്കിയാലോ അത് പ്ലാൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞാൻ യൂഷ്വലി ഫുൾ വരച്ച് കാണിച്ച് അങ്ങനെയാണ് ചെയ്യുന്നത്. സോ അത് നിങ്ങൾ അതേപോലെ ചെയ്താൽ നിങ്ങൾക്ക് മതി. ബട്ട് ഞാൻ പറയുന്നത് വെച്ചാൽ ജസ്റ്റ് പറയാനുള്ള ചെയ്യുന്ന മെത്തേഡ് പറഞ്ഞുതരാം. നിങ്ങൾ അതേപോലെ മനസ്സിലാക്കി ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഓക്കെ, അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മളിത് ഈ പ്രോസസ് പഠിച്ചിട്ടേ കാര്യമുള്ളൂ. അല്ലാതെ ചുമ്മാ നമ്മൾ വീഡിയോ കണ്ട് നോക്കി അതേപോലെ ചെയ്ത് ഒന്നും മനസ്സിലായില്ലെങ്കിൽ പിന്നെ ഉപയോഗമില്ല. സോ അത്രേ ഉള്ളൂ. ഞാൻ ഇവിടെ ടെക്സ്റ്റ് സെലക്ട് ചെയ്തു. ടെക്സ്റ്റിന് ടി ആണ് വേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പോയി സെലക്ട് ചെയ്യാൻ പറ്റും. കീബോർഡിൽ ടി കൊടുത്താൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബോക്സ് വരുന്നതായിരിക്കും. എന്നിട്ട് ഞാൻ ജസ്റ്റ് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് ഇത്രയും ഏരിയ കവർ ചെയ്തു. ഓക്കെ, എന്നിട്ട് ഞാൻ ജസ്റ്റ് ലെഫ്റ്റ് ക്ലിക്ക് വിട്ടു. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു റാൻഡമായിട്ട് ഡി എന്ന് പറഞ്ഞാൽ ടൈപ്പ് ചെയ്തു. അതെന്ന് വെച്ചാൽ എനിക്കൊരു ഞാനൊരു ടെക്സ്റ്റ് ഇവിടെ ആഡ് ചെയ്യാൻ പോവുകയാണ്. അതിനുവേണ്ടി എയുടെ ഹെൽപ്പോടെ നമുക്ക് പ്ലഗിൻ്റെ ഹെൽപ്പോടെ, പ്ലഗിൻ്റെ ഹെൽപ്പോടെ നമുക്ക് ജസ്റ്റ് ഇവിടെ പ്ലഗിൻസിൽ പോവുക. ലോറം എപ്സം എന്ന് ഞാൻ ഓൾറെഡി ഉപയോഗിക്കുന്ന സാധനമായിട്ട് കാണുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് മാനേജ് പ്ലഗിൻസിൽ പോയിട്ട് സെർച്ച് ചെയ്യാനും പറ്റുന്നതാണ്. ഞാനിവിടെ ലോറം എപ്സം കൊടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഇവിടെ ഓട്ടോ ജനറേറ്റ് എന്ന് കൊടുക്കുമ്പോഴത്തേക്കും കണ്ടന്റ് ഇവിടെ ഓട്ടോ ജനറേറ്റ് ആയി വരുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് ഞാനിവിടെ എനിക്ക് ഹീറോ ഇമേജ് വേണം. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യും, ഞാൻ റെക്റ്റാങ്കിൾ പോകുന്നു. റെക്റ്റാങ്കിൾ ടൂൾ സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഇവിടെ ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെ ആക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ 2 വര അങ്ങ് വരയ്ക്കുക. കാരണം ഇവിടെ വരേണ്ടത് എന്തുവാണ്, ഇമേജാണ് വരുന്നത്. ഇമേജ് വരുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇടുന്നത്. ഓക്കെ, ഓക്കെ. സോ ഇത് ഇത്രയും വലിയ കണ്ടന്റ് ആവശ്യമൊന്നുമില്ല. ഇത് ഭയങ്കരമായിട്ട് ഓട്ടോ ജനറേറ്റ് കൊടുത്തപ്പോൾ ആയിപ്പോയതാണ്. ജസ്റ്റ് ഒന്ന് നോക്കുകയാണെങ്കിൽ റിയൻ ചെയ്യാം. ടെക്നിക്കലി ജസ്റ്റ് ലോറംസിൽ പോകും. ഞാൻ 5 സെൻറ്റൻസ് മതി എനിക്ക്. ഓക്കെ, നിങ്ങൾക്ക് സെൻറ്റൻസ് അത്ര മതിയെങ്കിൽ അത് മാത്രം കൊടുത്താൽ മതി. ഓട്ടോ ജനറേറ്റ് കൊടുക്കുമ്പോഴത്തേക്കും നിങ്ങൾ ടെക്സ്റ്റ് ബോക്സിൻ്റെ അത് മൊത്തം ഫിൽ ചെയ്യാൻ നോക്കും. സോ അത്രേ ഉള്ളൂ, വേറെ സീനൊന്നുമില്ല. സോ ഇത്ര തന്നെയാണ്, വേറെ പ്രശ്നമില്ല. സോ ഇത് നിങ്ങൾക്ക് ഐഡിയ കിട്ടി കാണണം. പിന്നെ ഇവിടെ ഞാൻ ഇതും കൂടെ വരച്ചിട്ടുണ്ട് മുകളിൽ ഇങ്ങനെ ഒരു റെക്റ്റാങ്കിൾ പോലെ വരച്ചിട്ട് അതിൻ്റെ മണ്ടയിലാണ് ഇട്ടേക്കുന്നത്, ഇതിൻ്റെ അത് കാണിച്ചേക്കുന്നത്. സോ അത് അങ്ങനെ ഇടുക. എന്നിട്ട് ഇതിവിടെ എക്സ്പ്ലോർ പ്രോഗ്രാംസ് ഒരു ബട്ടൺ വരുന്നുണ്ട്. സോ ഇവിടെ എക്സ്പ്ലോർ പ്രോഗ്രാംസിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും പ്രോഗ്രാംസ് പിള്ളേർക്ക് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി മാത്രം കൊടുത്ത ബട്ടണാണ്. സോ അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ടെക്സ്റ്റ് ഇവിടെ എൻ്റർ ചെയ്യുക. ടെക്സ്റ്റ് എൻ്റർ ചെയ്ത് ഇങ്ങനെ ആക്കി വെക്കുക. എന്നിട്ട് ഇവിടെ ഹീറോ ഇമേജും കൊടുത്തിട്ടുണ്ട്. ഹീറോ ഇമേജ് ഇവിടെ വരുമെന്ന് കാണിക്കാൻ വേണ്ടി. എന്നിട്ട് ടെക്സ്റ്റ് ഇവിടെ വീണ്ടും കൊടുത്തിട്ട് പ്ലേസ്മെന്റ് പാർട്ട്നേഴ്സ് പറഞ്ഞ് കൊടുക്കുക. എന്നിട്ട് കമ്പനീസിലെ ലോഗോസ് കൊടുക്കുക. ഇത് സിമ്പിൾ തന്നെയാണ്. റെക്റ്റാങ്കിൾ ടൂൾ എടുക്കുക, 2 വര ഇങ്ങനെ വരയ്ക്കുക. അപ്പം ഇമേജസ് ആയിട്ടുണ്ട്. ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ചെറിയൊരു സ്ക്വയറിൽ റെക്റ്റാങ്കിൾ കുറച്ച് ചെറുതായിട്ട് വരച്ചിട്ട് നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ആക്കിയിട്ടാൽ മതി. ഓക്കെ, ഞാൻ അതിങ്ങനെ കാണിച്ചതേ ഉള്ളൂ. ഇത് വീണ്ടും ചെയ്ത് കാണിക്കുന്നില്ല. ഞാൻ റെക്റ്റാങ്കിൾ ഉപയോഗിക്കാൻ പഠിപ്പിച്ചതെന്നു ഇപ്പം ലൈൻ ടൂൾ എങ്ങനെ യൂസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്റ്റോറീസ് സെയിം മെത്തേഡ് തന്നെയാണ്. ഇവിടെ നിങ്ങൾ ഈ ഒരു കോർണർ റേഡിയസ് ഉണ്ട്, അതെന്തെങ്ങനെ ബെൻഡ് അടിക്കുന്നത് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ഇവിടെ ചാൻസ് തരാം. ഓക്കെ, ഞാനിവിടെ വന്നിട്ട് എന്ത് കാണിക്കുക, ഞാനിവിടെ വന്നിട്ട് റെക്റ്റാങ്കിൾ 6 സെലക്ട് ചെയ്തു. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ ഒന്നുകൂടെ സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ അപ്പിയറൻസിൽ അവിടെ കോർണർ റേഡിയസ് കാണാം. അത് ജസ്റ്റ് ഇങ്ങനെ ആക്കുമ്പോഴത്തേക്കും അതിങ്ങനെ കോർണർ കണ്ടോ
ഇങ്ങനെ ആയി വരുന്നതായിരിക്കും. സോ ഞാൻ ഇവിടെ ജസ്റ്റ് 5 കൊടുക്കുന്നു. 5 കൊടുക്കുമ്പോഴത്തേക്കും കണ്ടോ കോർണർ റേഡിയസ് ബെൻഡ് ആയിട്ടുണ്ട്. സോ കോർണേഴ്സ് അങ്ങനെ കൊടുക്കാൻ പറ്റും. അങ്ങനെയാണ് ഈ ഒരു സാധനം ചെയ്തേക്കുന്നത്. പിന്നെ ഇവിടെ ഞാൻ എലിപ്സ് ടൂൾ ഉപയോഗിച്ച് ഞാൻ ഇത് വരച്ചു, 2 വര വരച്ചു. പിന്നെ ഇവിടെ പേര് വരണമെന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതെങ്ങനെ സെറ്റ് ചെയ്യുന്നത് വെച്ചാൽ ടെക്നിക്കലി ഇതിന്റെ ഒരു സ്കെൽട്ടൻ ആണ്. ഇത് ഇങ്ങനെ ഡിസൈൻ ചെയ്ത് വരുമ്പോഴത്തേക്കും ഇതിനെക്കാട്ടി നല്ല ബെറ്റർ ആയിട്ടിരിക്കും. ഇത് ബേസിക്കലി നമ്മൾ ചെയ്തൊരു മീഡിയം ഫിഡിലിറ്റി വയർ ഫ്രെയിം ആയതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ കൊടുക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ കൊടുത്തതിന് ആവശ്യമുള്ളൂ. UI ചെയ്യുന്ന സമയത്ത് നമ്മളത് നല്ല ഭംഗിയായിട്ടുള്ള രീതിയിലാക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. സോ ഇവിടെ അവർ സക്സസ് സ്റ്റോറീസ് ഇവിടെ വന്നിട്ടുണ്ട്. സെയിം സാധനം തന്നെയാണ്. എക്സ്പ്ലോർ പ്രോഗ്രാംസിന്റെ അവിടെ വീണ്ടും ഹെഡിങ് കൊടുക്കുക, ടെക്സ്റ്റ് കൊടുക്കുക. എന്നിട്ട് സെർച്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ആദ്യം റെക്ടാങ്കിൾ ടൂൾ എടുത്തു. കോർണർ റേഡിയസ് എത്ര കൊടുത്തേക്കുന്ന നെക്സ്റ്റ് ആണ്. വെയിറ്റ്. ഓക്കെ, കോർണർ റേഡിയസ് ജസ്റ്റ് കൊടുക്കുക. നിങ്ങൾ എത്രയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന കോർണർ റേഡിയസ് 5 ഓവറാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. സോ അത് കൊടുത്തിട്ട് വീണ്ടും അതേപോലെ റെക്ടാങ്കിൾ ടൂൾ ചുമ്മാ എടുത്തിട്ട് വീണ്ടും ജസ്റ്റ് മാർക്ക് ചെയ്തിട്ട് കോർണർ റേഡിയസ് ഇതിനുള്ള സെയിം കോർണർ റേഡിയസ് ഈ ചെറിയ റെക്ടാങ്കിളിലും കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ഐക്കൺ കിട്ടാൻ വേണ്ടി ജസ്റ്റ് പ്ലഗിൻസിൽ പോവുക. പ്ലഗിൻസിൽ പോയിട്ട് പോയി ഐക്കോണിഫൈ എന്ന് പറഞ്ഞ ഒരു ടൂൾ ഉണ്ട്. ഐക്കോണിഫൈ പോയിട്ട് ജസ്റ്റ് അവിടെ പോയിട്ട് ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി. ഞാൻ ഇവിടെ പോയിട്ട് സെർച്ച് കണ്ടോ മൊത്തം വന്ന്. സോ ഇതേപോലത്തെ ഐറ്റംസ് വരും. സോ നിങ്ങൾക്ക് അവിടെ പോയി അത് സെലക്ട് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഇവിടെ ഇടാവുന്നതാണ്. പിന്നെ ഇവിടെ ജസ്റ്റ് സെർച്ച് ചെയ്യുന്ന ടെക്സ്റ്റ് ബോക്സും കൊടുത്തിട്ടുണ്ട്, ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഫിൽറ്റേഴ്സിന് അവിടെ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഓട്ടോ ലേഔട്ട് കൊണ്ടാണ് ചെയ്തേക്കുന്നത്. കാരണം റെക്ടാങ്കിൾ ഇട്ട് ചെയ്യുന്ന മെനക്കെട്ട പരിപാടി ആയതുകൊണ്ട് മെനക്കെടല്ല എളുപ്പം തന്നെ, എന്നാലും ഇതാണ് കൺവീനിയൻറ്റ്. ഞാൻ ഇവിടെ ജസ്റ്റ് ടെക്സ്റ്റ് സെലക്ട് ചെയ്തു. ടെക്സ്റ്റ് സെലക്ട് ചെയ്തിട്ട് ഞാനിവിടെ ഫിൽറ്റേഴ്സ് എന്ന് പറഞ്ഞ് കൊടുത്തു. ഓക്കെ, ഫിൽറ്റേഴ്സ് പറഞ്ഞ് കൊടുത്തിട്ട് ഇതിൻ്റെ ഇതിൽ ഇറ്റാലിക് ആയിട്ടിരിക്കുന്ന ഇറ്റാലിക് മാറി, കൺട്രോൾ ആയി കൊടുത്തപ്പോൾ ഇറ്റാലിക് മാറിയിട്ടുണ്ട്. ഞാൻ എന്നിട്ട് ഇവിടെ ഷിഫ്റ്റ് അല്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ ആഡ് ഓട്ടോ ലേഔട്ട്, അതിനാണ് ഷിഫ്റ്റ് A എന്ന് പറയുന്നത് ഷോർട്ട് കട്ട്. ആഡ് ഓട്ടോ ലേഔട്ടും കൊടുത്തിട്ടുണ്ട്. ആഡ് ഓട്ടോ ലേഔട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ഇത്രയും സാധനം പൊങ്ങി വന്നിട്ടുണ്ട്. ഈ ഒരു ബോർഡർ പൊങ്ങി വന്നിട്ടുള്ളത് ബോർഡർ സെറ്റ് ആയിട്ടുണ്ട്. സോ ഇവിടെ ഒന്ന് ചെയ്യേണ്ടത് വെച്ചാൽ ജസ്റ്റ് ഇവിടെ പോയിട്ട് ഞാൻ ഇവിടെ സ്ട്രോക്ക് കൊടുക്കും. സ്ട്രോക്ക് കൊടുക്കുമ്പോഴത്തേക്ക് ഈ കളർ ഇവിടെ മാറ്റാൻ പറ്റും. ഞാൻ ഇവിടെ വെള്ളം കൊടുത്താൽ ഇങ്ങനെ വരും. കോർണർ റേഡിയസ് തന്നെ കൊടുത്താൽ ഇങ്ങനെ വരും. ഓക്കെ, ഈ അതിൻ്റെ അകത്ത് വല്ലതെങ്കിൽ ഇടണമെങ്കിൽ ഞാൻ പ്ലഗിൻസിൽ പോയിട്ട് ഐക്കോണിൽ പോയിട്ട് ഫിൽറ്റേഴ്സിന് ഞാൻ ജസ്റ്റ് പഠിച്ചു നോക്കാം. ഫിൽറ്റേഴ്സ് എന്നിട്ട് ചുമ്മാ ഈ റാൻഡമായി എടുക്കുകയാണ്. ഇത് എടുക്കാം നമുക്ക്. ഓക്കെ, ഇതെടുത്തിട്ട് ജസ്റ്റ് ഇവിടെ പുറത്തിട്ടിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇവിടെ ഇങ്ങനെ കൊണ്ട് പ്ലേസ് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു ബ്ലൂ ലൈൻ വന്നുണ്ടോ, അകത്തൊരു സ്ട്രൈറ്റ് വരെ വന്നുണ്ടോ വേർട്ടിക്കലി. സോ അവിടെ ജസ്റ്റ് പ്ലേസ് ചെയ്യുമ്പോഴത്തേക്കും എന്ത് പറ്റും, കറക്റ്റ് ഓട്ടോ ലേഔട്ട് കറക്റ്റ് തന്നെ അലൈൻമെന്റ് ചെയ്തിട്ടുണ്ട്. സോ അതാണ് ഓട്ടോ ലേഔട്ട് പ്രത്യേകത. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ റെക്ടാങ്കിൾ റൂ എടുക്കും, ഫിൽറ്റേഴ്സ് അതിൻ്റെ അത് ആദ്യം ടൈപ്പ് ചെയ്യും, എന്നിട്ട് ഈ സാധനം എടുത്തിട്ട് വീണ്ടും ഇട്ട് അതിന് അഡ്ജസ്റ്റ്മെന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യും. അതൊക്കെ ഭയങ്കര ഓൾഡ് സ്കൂൾ അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. നമുക്ക് ഇത്ര ഫീച്ചേഴ്സ് നമ്മുടെ ഫിഗ്മ തന്നിട്ടുള്ള സ്ഥിതിക്ക് നമ്മൾ അങ്ങനെ പോകേണ്ട ആവശ്യം നമുക്കില്ല. സോ ഇങ്ങനെ എടുത്താൽ മതി. ഞാൻ ജസ്റ്റ് ഇപ്പം ഇവിടെ ഇതിപ്പോൾ UX ആണ്, ഞാൻ ഇപ്പം ഇങ്ങനെ കൊടുക്കുന്നേ ഉള്ളൂ. എന്നിട്ട് ഇവിടെ ഒരു റെക്ടാങ്കിൾ ടൂൾ എടുത്തു. ഞാൻ ഫസ്റ്റ് വരച്ചിട്ടുണ്ട്. കോർണർ റേഡിയസ് 5 6 കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇമേജ് വരും. പിന്നെ ഇവിടെ ഒരു കോഴ്സിന്റെ ഇമേജ് വരും നമ്മൾ കാണിക്കാൻ വേണ്ടി. സോ ഇപ്പോൾ ഓഡിയോ എഡിറ്റിങ്ങിന്റെ കോഴ്സ് ആണെങ്കിൽ ഓഡിയോ എഡിറ്റിംഗ് എന്ന് പറഞ്ഞ ഒരു ഡിസൈൻ കാണിക്കുന്ന ലെവലിലൊരു ഫോട്ടോ കാണും അവിടെ, അല്ലെങ്കിൽ ഇമേജ് കാണുമ്പോൾ അവിടെ. എന്നിട്ട് ഇവിടെ ചെറിയ റെക്ടാങ്കിൾ ടൂൾ ഞാൻ വീണ്ടും എടുത്തിട്ട് ചെറിയൊരു ബോർഡർ പോലെ കൊടുത്തിട്ട് പ്രോഗ്രാം നെയിം ഇവിടെ കാണിക്കും. ഇവിടെ എത്ര സ്റ്റാർ, ഇതും ഐക്കോണിഫൈ കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് സ്റ്റാർ അടിച്ചു നോക്കിയാൽ മതി. സ്റ്റാർസ് എത്ര റേറ്റിംഗ് കൊണ്ട് കാണിക്കും. അതിന്റെ ഒരു കണ്ടന്റ് ഡിസ്ക്രിപ്ഷൻ ആണ് വരാൻ വേണ്ടിയാണ് ലോറം ഇപ്സം കൊടുത്തേക്കുന്നത്. ലോറം ഇപ്സം ജസ്റ്റ് ഡമ്മി ടെക്സ്റ്റ് ആണ്, വേറെ കാര്യത്തിലൊന്നുമില്ല. ജസ്റ്റ് ഡമ്മി ടെക്സ്റ്റ് നമ്മൾ താൽക്കാലികമായിട്ട് ഇവിടെ കണ്ടന്റ് വരും എന്ന് കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. പിന്നെ ഇവിടെ സെയിം മെത്തേഡ് ഞാൻ ഫിൽറ്റേഴ്സ് ചെയ്യാൻ പറഞ്ഞില്ലേ, അതേപോലെ തന്നെ ഞാനിവിടെ ഡ്യൂറേഷനും ഇൻസ്ട്രക്ഷൻ നെയിംസും അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ അറിയാൻ വേണ്ടി നോ മോർ ക്ലിക്ക് ചെയ്യുക. അപ്പോഴത്തേക്കും അത് ഓപ്പൺ ആയി വരുന്നതായിരിക്കും. അങ്ങനെ കാണിക്കാൻ വേണ്ടി നോ മോറും കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ UI ചെയ്യുമ്പോൾ കുറച്ച് ബെറ്റർ ആക്കി, കുറച്ച് ക്ലിക്ക് ചെയ്യാൻ ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്ന ലെവലിലാക്കും നമ്മൾ. സോ ഇതങ്ങനെ കൊടുക്കുന്നു. പിന്നെ ഇവിടെ കൂടുതൽ നിങ്ങൾക്ക് പ്രോഗ്രാം എക്സ്പ്ലോർ ചെയ്യാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റ് ഇവിടെ ഒരു ബട്ടൺ പോലെ കൊടുക്കാം. ഇത് സിമ്പിൾ ആണ്. ഐക്കോണിഫൈ പോയിട്ട് ഈ ഒരു ഡൗൺ ആരോ ഞാൻ സെലക്ട് ചെയ്തു. എന്നിട്ട് എലിപ്സ് ടൂളിൻ്റെ അകത്ത് ഇട്ടെന്നേ ഉള്ളൂ. താഴെ ടെസ്റ്റ് മോഡൽസ് കൊടുക്കുന്നു. ഇതും സെയിം മെത്തേഡാണ്. നമ്മൾ ആദ്യം ഒരു റെക്ടാങ്കിൾ വരയ്ക്കുന്നു. റെക്ടാങ്കിൾ വരച്ചിട്ട് ഒരു ഇമേജ് ഇടാൻ വേണ്ടി അതുപോലെ ഫോട്ടോ വരും സ്റ്റുഡൻറ്റിൻ്റെ, അത് കൊടുക്കുന്നു. സ്റ്റുഡൻറ്റിൻ്റെ പേരെന്താണ്, എന്ത് പ്രോഗ്രാമിലാണ് എൻറോൾ ചെയ്തിട്ടുള്ളത്, കോളേജിൻ്റെ പേരോ അല്ലെങ്കിൽ റെസിറ്റേഷൻ എന്താണോ അത് കൊടുക്കും. അതായത് കറണ്ട് സ്റ്റുഡൻ്റ് ആണോ, അല്ലെങ്കിൽ ഇപ്പം ഇത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ എന്തെങ്കിലും ജോലി എവിടെയൊക്കെ പ്ലേസ് ആയത്, അപ്പം അതിനെക്കുറിച്ച് കൊടുക്കും. എന്നിട്ട് അവരുടെ ഒരു ഡിസ്ക്രിപ്ഷൻ അവർക്ക് എന്താണ് പറയാനുള്ളത് അത് കൊടുക്കുന്നതായിരിക്കും. അതാണ് ടെസ്റ്റ് മോഡൽസ്. ജസ്റ്റ് അതിന് സൈസ് വലുതാക്കിയും ചെറുതാക്കിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടുന്നേ ഉള്ളൂ. താഴോട്ട് വരുമ്പോഴേക്കും ഫൂട്ടർ ഹീറോ വരും. ഫൂട്ടർ എന്ന് വെച്ചാൽ നമ്മുടെ താഴത്തെ നമ്മൾ കാണണ്ടല്ലോ, ഇപ്പോൾ ഞാൻ ചെയ്ത ഫൂട്ടറിനെ കാണിച്ചു തരാം. ഇത് വർക്കിംഗ് ചെയ്തു ചെയ്യുന്നേ ഉള്ളൂ. ഇതൊക്കെ കാണിച്ചു തരാം. ഇവിടെ FAQ താഴെ ഉണ്ട്. ഓക്കെ, ഡിസൈൻ ഇതിൻ്റെ അകത്ത് FAQs ഉണ്ടോ? ഓക്കെ ഗൈസ്, ഇവിടെ ഒരു കാര്യം കൂടെ ഉണ്ട്. ഇവിടെ ഒരു FAQs വരും. FAQ. ഓക്കെ, എന്നിട്ടാണ് ഇവിടെ ഫൂട്ടർ വരുന്നത്.
ഓക്കെ. ഇവിടെ ഫൂട്ടർ. എന്തെങ്കിലും മാറ്റം വരുത്തുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ നിങ്ങൾ എപ്പോഴും ഇൻഫർമേഷൻ ആർക്കിടെക്ചർ തന്നെ ഫോളോ ചെയ്ത് മാക്സിമം അവിടെ തന്നെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ റെക്ടിഫൈ ചെയ്ത് പോവുക. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പ്രശ്നമൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ പിടിച്ച് ശരിയാക്കണം. ഓക്കെ. ഓക്കെ. ഇതെപ്പോഴും അപ്ഡേറ്റ് ചെയ്യുന്ന ഇൻഫർമേഷൻ ആർക്കിടെക്ചർ ഒക്കെ ആയിട്ട് ചെയ്യുക. കാരണം റെഫറൻസ് എപ്പോഴായിരിക്കും വെക്കുന്നത് നമ്മൾ. നമുക്കൊരു പെട്ടെന്നൊരു ഐഡിയ കിട്ടാൻ വേണ്ടി നമ്മൾ എന്തിനാണ് അവിടെ കുറിച്ച് വെക്കുന്നത്. സോ എപ്പോഴും എല്ലാ പ്രോസസ്സും പ്രോപ്പറായിട്ട് ചെയ്യുക. സോ ഇവിടെ ഞാൻ ഫൂട്ടർ ഇയർ കൊടുത്തിട്ടുണ്ട്. ഫൂട്ടറിൻ്റെ ഇവിടെ താഴോട്ട് ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മൾ കൊടുക്കാൻ പോകുന്ന ഇതിൻ്റെ പേര്. റാൻഡം പേരാണ്. എന്ന് ജസ്റ്റ് ഇവിടെ ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ യു എക്സ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ക്വിക്ക് ലിങ്ക്സ് ഇടാനുള്ളത് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമ്മൾ അടുത്ത UI ചെയ്യുമ്പോൾ വന്ന് അത് കഴിയുമ്പോൾ UI ഇതിന് ചെയ്യുന്നേ ഉള്ളൂ, ജസ്റ്റ് കാണിക്കുന്നേ ഉള്ളൂ പെട്ടെന്ന്. ഇതാണ് ഫൂട്ടർ എന്ന് പറയുന്നത്. സോ ഓക്കെ, അതൊന്നും നിങ്ങളിപ്പോൾ നോക്കണ്ട. നമുക്ക് ലാസ്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ നോക്കുന്നതായിരിക്കും. ഇപ്പം ജസ്റ്റ് ഇതിന് വേണ്ടി ഞാൻ കാണിച്ചതേ ഉള്ളൂ. കാരണം ഇതിൻ്റെ UI ഇപ്പോൾ ചെയ്യുന്നേ ഉള്ളൂ. ഞാൻ ഇതുവരെയും തീർന്നിട്ടില്ല എൻ്റെ UI തുടങ്ങി. സോ UX ഇപ്പം കംപ്ലീറ്റ് ചെയ്തു. സോ അതിൻ്റെ വീഡിയോ ഇപ്പം ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. സോ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു ഓവറോൾ ഐഡിയ കിട്ടുന്നത്. ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ പോകുന്നത് എന്നൊരു ഐഡിയ കിട്ടാൻ വേണ്ടി. ഫസ്റ്റ് നമ്മൾ എൻ്റർ ചെയ്തു. പിന്നെ ഹീറോ ഇമേജ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു കണ്ടന്റ് ഇപ്പോൾ ഇവിടെ വരും. ഇത്രയും വലിയ കണ്ടന്റ് വരത്തില്ല, ഞാൻ വലുതാക്കി ഇത് പെട്ടെന്നേ ഉള്ളൂ. അത് കറക്റ്റായി നമ്മൾ സെറ്റ് ചെയ്യുന്നതായിരിക്കും. ഇവിടെ എക്സ്പ്ലോർ പ്രോഗ്രാംസിൻ്റെ ഒരു ബട്ടൺ വരും. നമ്മൾ പ്ലേസ്മെന്റ് പാർട്ട്നേഴ്സിൻ്റെ ലോഗോസ് കൊടുക്കും. സക്സസ് സ്റ്റോറീസ് ഇവിടെ കൊടുക്കുന്നതായിരിക്കും. എക്സ്പ്ലോർ പ്രോഗ്രാംസ് ഇവിടെ കൊടുക്കുന്നതായിരിക്കും. ഇവിടെ താഴോട്ട് നമ്മുടെ പ്രോഗ്രാംസിൻ്റെ കാര്യങ്ങളും സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷനും ഫിൽറ്റേഴ്സും അല്ലാതെ നമ്മുടെ പ്രോഗ്രാംസും കൊടുക്കുന്നതായിരിക്കും. പിന്നെ നമ്മുടെ ടെസ്റ്റിമോണിയൽസ് ഇവിടെ വരുന്നുണ്ടായിരിക്കും. പിന്നെ ഇവിടെ ഞാൻ ഇത് പഴയൊരു വൈഫൈ അതാ പ്രശ്നം. ഓക്കെ, ഇവിടെ നമുക്ക് FAQ വരുന്നുണ്ട്. FAQ എന്ത് ചെയ്യണം, അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ സെലക്ട് ചെയ്ത് താഴോട്ടാക്കി ടെസ്റ്റിമോണിയൽസ് ഓൾട്ട് ക്ലിക്ക് ചെയ്ത് ഷിഫ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് താഴോട്ട് ഡ്രാഗ് ചെയ്തു. എന്നിട്ട് ഇവിടെ FAQs. ഓക്കെ, ഞാനിവിടെ FAQ കൊടുത്തിട്ടുണ്ട്. FAQs. ഓക്കെ, തൊണ്ടയ്ക്ക് എന്താ പറ്റേ FAQs എന്നാൽ ഞാൻ വിളിച്ചിട്ട് അലൈൻമെൻറ്റ് പ്രോപ്പർ ചെയ്തു. അലൈൻമെൻറ്റ് ആക്കിയതിന് ശേഷം ഞാൻ ഇവിടെ FAQsന് വേണ്ടി ആവശ്യമുള്ള എന്താണോ അത് കൊടുക്കുന്നതായിരിക്കും. ഞാൻ വീണ്ടും വരച്ച് കാണിക്കുന്നില്ല. സോ ടെക്നിക്കലി ജസ്റ്റ് ഒരു സിമ്പിൾ പറഞ്ഞുതരാം. ഒരു നമ്മളൊരു റെക്റ്റാങ്കിൾ ബോക്സ് അല്ലെങ്കിൽ കാണിച്ചു തരാം. വിച്ച് ഇട്ടങ്ങ് പോകാമല്ലോ. എന്തായാലും വൈഫൈ എന്തായാലും പിന്നെ വയ്ക്കുക അവിടെ ആണല്ലോ. സോ ഇവിടെ റെക്റ്റാങ്കിൾ ടൂൾ സെലക്ട് ചെയ്യുന്നു. റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഇവിടെ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് ഇടുന്നു. ഓക്കെ, എന്നിട്ട് അലൈൻമെൻറ്റ് ഞാൻ പ്രോപ്പർ ചെയ്യുന്നു. പ്രോപ്പർ ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ടെക്സ്റ്റ് കോർണർ റേഡിയസ് ഞാൻ 5 ആക്കുന്നു. ഓക്കെ, 5 ആക്കിയിട്ട് ഞാൻ ഇവിടെ ടെക്സ്റ്റ് കൊടുക്കുന്നു. എന്ത് കൊടുക്കുന്നു, ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ വൈ ചൂസ് ഡിസൈൻ സ്പിയർ എന്ന് കൊടുത്തിട്ട് ടെക്സ്റ്റ് ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ അത് ഭയങ്കരമായിട്ട് അങ്ങ് ചെറുതാക്കുന്നു. അല്ല ഭയങ്കരമായിട്ടല്ല, ജസ്റ്റ് 20 കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ അകത്ത് ഇങ്ങനെ ഇരിക്കും. സോ അതിൻ്റെ അകത്ത് എന്തോരും ഇത് കുറച്ചുകൂടെ വലുതാക്കാൻ കേട്ടോ, ഇത്രയും ചെറുതാക്കേണ്ട ആവശ്യമില്ല. ഞാൻ പിന്നെ ഇവിടെ പ്ലസ് ഐക്കൺ കൊടുക്കും. പ്ലഗിൻസിൽ പോയിട്ട് ഐക്കോണിഫൈ പോയിട്ട് നിങ്ങൾ പ്ലസ് കൊടുത്താൽ മതി, കിട്ടും അതിൻ്റെ അകത്ത്. അതുണ്ടോ വന്നിട്ടുണ്ട്. സോ ഇവിടെ പോയിട്ട് പ്ലസ് ഐക്കൺ ജസ്റ്റ് കൊടുത്തു, പേസ്റ്റ് ചെയ്തു. എന്നിട്ട് ഇവിടെ വെച്ചു. ഇത് ചെയ്യുമ്പോൾ ജസ്റ്റ് പെട്ടെന്ന് വെച്ചെന്നേ ഉള്ളൂ. ബട്ട് പ്രോപ്പറായിട്ട് വെക്കുമ്പോഴത്തേക്കും കുറച്ച് ഡിസൈനൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്കും ഇത് ഇങ്ങനെയൊക്കെ ഇരിക്കും. ഓക്കെ, ഇത്രയും വലുതിൻ്റെ ആവശ്യമില്ല. ചെറിയൊരു കുഞ്ഞു പ്ലസും ഒരു വരയും കൊടുത്താൽ മതി. പ്ലസ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇപ്പോൾ ഇത് വേറെ താഴോട്ട് ഒരു പ്ലസ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ കണ്ടോ, ഇവിടെ കൊടുത്തിട്ട് എന്തിനും നിങ്ങൾ ഹൂ ആർ ദ ഇൻസ്ട്രക്ടേഴ്സ് ഡിസൈൻസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താഴെ ഇവിടെ ഇങ്ങനെ വരും. അപ്പോൾ നിങ്ങൾക്ക് പ്ലസ് റെഡ്യൂസ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് മൈനസിൻ്റെ പ്ലസ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ മൈനസിൻ്റെ ഓപ്ഷൻ വരും. മൈനസ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും തിരിച്ച് പ്ലസ് ആകും. അപ്പോഴത്തേക്കും ഈ ഒരു കണ്ടന്റ് ഇല്ലേ, ഇത്രയും കണ്ടന്റ് പോയിട്ട് ഇതേപോലെ ജസ്റ്റ് ക്വസ്റ്റ്യൻ മാത്രം വരും. ഓക്കെ, സോ ഇതാണ് എൻ്റെ FAQൻ്റെ വർക്കിംഗ് ആയിട്ട് ഞാൻ ഡിസൈൻ ചെയ്തേക്കുന്നത്. സോ ഇത്ര തന്നെയാണ്. ഇതിപ്പോൾ ജസ്റ്റ് ഡമ്മിയായിട്ട് വരച്ച് കാണിച്ചുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് ഞാൻ പ്രോപ്പറായിട്ട് UX അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഐ മീൻ മീഡിയം ഫില്ലിറ്റി വൈഫൈ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ ദിസ് ഇസ് ഹൗ ഇറ്റ്സ് ഡൺ. ബേസിക്കായിട്ട് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഐ ഹോപ്പ് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ മൊത്തവും ചെയ്ത് കാണിക്കാതെ കാരണമെന്ന് വെച്ചാൽ ഇതിപ്പോൾ തന്നെ ലെങ്തി ആയി, 24 മിനിറ്റ് എന്തോ ആയിട്ടുണ്ട് വീഡിയോ. കട്ട് ചെയ്ത് എത്ര കുറയ്ക്കാമെന്ന് എനിക്ക് അറിയത്തില്ല. ബട്ട് ഇത്ര പറയാനുള്ളൂ. ഇങ്ങനെയാണെങ്കിൽ ചെയ്യുന്നത് നിങ്ങൾ തന്നെ സ്വയം ചെയ്ത് നോക്കുക. ഞാൻ ബേസിക്കായിട്ട് ഒരു ടെക്സ്റ്റ് ഇട്ടിട്ട് കാണിച്ചു ഇങ്ങനെ ചെയ്യണം, അങ്ങനെ എടുത്തിട്ടുണ്ടോ കാണിച്ചു തന്നിട്ടു. പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് നമുക്കിവിടെ ഗെയിൻ ചെയ്താലേ നമ്മൾ കാര്യം നടക്കത്തുള്ളൂ. സോ അതുകൊണ്ടാണ് ഞാൻ കൊടുത്തേക്കുന്നത്. ഐ ഹോപ്പ് ഈ മെത്തേഡ് മതിയോ എന്ന് പറയുക. അതോ ഞാൻ A to C സ്ക്രാച്ചിൽ ഡിസൈൻ ചെയ്യണോ? കാരണം അങ്ങനെ സ്ക്രാച്ച് ഡിസൈൻ ചെയ്താൽ നിങ്ങൾ കോപ്പി ചെയ്ത് വെക്കുന്ന പോലെ ആയി പോകും ചിലപ്പോൾ. മാത്രമല്ല നിങ്ങൾക്കൊരു കൺവീനിയൻസ് കുറവാൻ ചാൻസ് ഉണ്ട്. കാരണം ഞാനൊക്കെ പണ്ട് പഠിക്കുന്ന സമയത്ത് എനിക്ക് ജസ്റ്റ് ഒരു വീഡിയോ നോക്കിയിട്ട് അതേപോലെ വീണ്ടും എടുത്തിടുമ്പം ടാസ്ക്കാണ്. അതിനെയും കാട്ടി ഫസ്റ്റ് ഈ സാധനം എങ്ങനെ ചെയ്യുമെന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അത് കാണിച്ചും കൂടെ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിങ്ങനെ ചെയ്യണം. ബാക്കി നിങ്ങൾക്ക് അതനുസരിച്ച് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ ഇടയ്ക്ക് വെച്ചുമ്പോൾ വീഡിയോ ഇത് പൗസ് ചെയ്യണം, വീഡിയോ എടുത്തിടണം, നോക്കണം, ആ ഒരു പരിപാടിയുടെ ആവശ്യം വരത്തില്ല. ഇത്ര തന്നെയാണ്. സോ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ UI ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾ ഇത്രയും ചെയ്തങ്ങ് വെക്കുക.
സോ സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ. പിന്നെ ഇൻഫർമേഷൻ ആർക്കിടെക്ചർ പറഞ്ഞ പോലെ അപ്ഡേറ്റ് ചെയ്യാൻ മറക്കണ്ട.